വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ്. വടകര CI സുനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബ് എന്ന വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തി. ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്? ഇത് ഇടത് സൈബർ ഗ്രൂപ്പുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണല്ലോ പോലീസിന്റെ തന്നെ കണ്ടെത്തൽ. അന്വേഷണം എങ്ങനെയാണ് ഇനി ഈ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അക്കാര്യവും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാകണമല്ലോ. വിജയകുമാർ, എന്തായാലും ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ വടകര പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിച്ചത്. അതായത് ആദ്യമായി ഇത് പുറത്തു വന്നത് ഇടത് ഗ്രൂപ്പുകളിലൂടെയാണ് എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. റെഡ് എൻകൗണ്ടർ, ഒപ്പം റെഡ് ബറ്റാലിയൻ, പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ സജീവമായി പ്രവർത്തിക്കുന്ന ഇടത് പേജുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇതിന്റെ അഡ്മിന്മാരെ പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഈ റെഡ് എൻകൗണ്ടർ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ. ആ പേജിലാണ് ഏറ്റവും ആദ്യം ഈ വ്യാജ സ്ക്രീൻഷോട്ട്, ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ ഉറവിടം എവിടെയാണ് ഇതിന്റെ ഉറവിടം ആദ്യം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യം റിബേഷ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതായിരുന്നു റിബേഷിന്റെ മറുപടി. അതിന് പിന്നാലെ പോരാളി ഷാജിയിലേക്കാണ് രണ്ടാമതായി പോസ്റ്റ് എത്തുന്നത്. പോരാളി ഷാജിയുടെ അഡ്മിൻ വഹാബാണ്. വഹാബിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വഹാബിൽ നിന്നും ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് യാതൊരു മറുപടിയും പോലീസിന് ലഭിച്ചില്ല എന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ റെഡ് എൻകൗണ്ടർ, ഒപ്പം റെഡ് ആർമി എന്നീ പേജുകൾ അഡ്മിന്മാരെയും ചോദ്യം ചെയ്തെങ്കിലും സമാനമായ ഒരു മറുപടിയാണ് ലഭിച്ചത്. എന്തായാലും ഈ 4 പേരുടെയും മൊബൈൽ ഫോണുകൾ, അതായത് ഈ ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ തുടർ നടപടികളിലേക്കും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനുമൊക്കെ സാധിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ നടപടി. എന്തായാലും ഇതിന്റെ തുടർ അന്വേഷണത്തിന് ഈ വിദഗ്ധ പരിശോധനയുടെ റിപ്പോർട്ടാണ് ഏറ്റവും അനിവാര്യമായി വേണ്ടത് എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, അതായത് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളാണ്. പക്ഷേ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ അത് വഹാബ് എന്നയാളാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഈ ഏറെ വിവാദമുണ്ടാക്കിയ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ നിലപാട്. ഇന്ന് ഹൈക്കോടതി അത് അറിയിക്കുകയും ചെയ്തു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.